ഇനി നമ്മൾ തിരുവനന്തപുരത്തെ പണിമുടക്കിലേക്കാണ് പോകുന്നത്. ഇന്നിപ്പോൾ കോൺഗ്രസ് CPI അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിലാണ് സർക്കാർ ജീവനക്കാരും അധ്യാപകരുമൊക്കെ പണിമുടക്കുന്നത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്നിപ്പോൾ പണിമുടക്ക്. സമരത്തിന് നേരിടാൻ സർക്കാർ പ്രഖ്യാപിച്ച ഡയസ്നോണിനെ സംഘടനാ നേതാക്കൾ തള്ളിക്കളഞ്ഞു. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, ഇന്നിപ്പോൾ പണിമുടക്കിലാണ്. കോൺഗ്രസിന്റെ സംഘടനകൾ മാത്രമല്ല, CPI അനുകൂല CPI അനുകൂല സംഘടന കൂടിയുണ്ട്. ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ കൂടി ഇന്നിപ്പോൾ സമരം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിനകത്തൊക്കെ ജീവനക്കാരെത്തുമ്പോൾ അവരെ തടഞ്ഞുകൊണ്ട്, കാരണം ഇതൊരു അന്തിച്ചർച്ച പോലെയുള്ള ആളുകളെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സമരത്തിനെ തള്ളിക്കളഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ട് CPMന്റെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് തന്നെ ഒരു ശക്തി കാണിക്കുക എന്നുള്ള രീതിയിലേക്ക് സംഘടനകൾ പോകുമ്പോൾ ആളുകളെ തടയാനുള്ള ഒരു സാധ്യത, അത്തരം സംഘർഷങ്ങൾക്കുള്ള ഒരു സാധ്യതയൊക്കെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ആളുകളൊക്കെ വന്നു തുടങ്ങി, അവർക്ക് സുഖമായി അവിടേക്ക് കടക്കാൻ കഴിയുന്നുണ്ട്? എന്തൊക്കെയാണ് സെക്രട്ടറിയിൽ നിന്നുള്ള വിവരങ്ങൾ? പണിമുടക്ക് എങ്ങനെ പുരോഗമിക്കുന്നു? ജിൽസി, കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനയിലെ ജീവനക്കാരും അതുപോലെ തന്നെ CPIയുടെ ജോയിന്റ് കൗൺസിലിലെ സർവീസ് സംഘടനയിലെ സർക്കാർ ജീവനക്കാരുമാണ് ഇന്നിപ്പോൾ പണിമുടക്കിൻ്റെ ഭാഗമാവുന്നത്. CPM അനുകൂല സംഘടനയിലുള്ള ജീവനക്കാരും അതുപോലെ തന്നെ BJP അനുകൂല സർവീസ് സംഘടനയിലുള്ള സർക്കാർ ജീവനക്കാരും ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ഒരു വാക്കുതർക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനൊരു സാഹചര്യം നിലവിലില്ല. കാരണം ജീവനക്കാരൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി കഴിയുമ്പോൾ കൂടുതൽ പ്രവർത്തകർ ഈ പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ ഈ പണിമുടക്കിൻ്റെ ഭാഗമായിട്ടുള്ള ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് പുറത്തും മറ്റിടങ്ങളിലുമൊക്കെ ആയിട്ട് പ്രതിഷേധമൊക്കെ തീർക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഈ പണിമുടക്കിൻ്റെ ഭാഗമല്ലാതെ മാറി നിൽക്കുന്ന CPM അനുകൂല സംഘടനയിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ BJP അനുകൂല സംഘടനയിലെ ജീവനക്കാരൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ ഒരു വാക്കുതർക്കം ഉണ്ടാവാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട്. അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് പരിസരത്തും മറ്റ് ഇടങ്ങളിലുമെല്ലാം പോലീസ് കൂടുതൽ സുരക്ഷ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിലെയും കളക്ടറേറ്റിലെയും മറ്റ് വില്ലേജ് ഓഫീസുകളിലെയും ഒക്കെ ഫയൽ നീക്കം ഇന്നിപ്പോൾ എങ്ങനെ ഭാഗികമായിട്ടെങ്കിലും തടസ്സപ്പെടും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. കാരണം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 15-ലധികം വരുന്ന കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനയിലെ സെറ്റോയിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഈ പണിമുടക്കിൻ്റെ ഭാഗമാകുന്നു. അതുപോലെ തന്നെ CPIയുടെ പോഷക സംഘടനയായിട്ടുള്ള ജോയിന്റ് കൗൺസിലും ഈ സമരത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിവിധ ആവശ്യങ്ങൾ, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ സ്കീമിലേക്ക് പോവുക എന്നുള്ള ആവശ്യം CPI തന്നെ പല ഘട്ടങ്ങളിലായിട്ട് സർക്കാരിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അത് പരിഗണിക്കാമെന്ന് പറയുന്നതല്ലാതെ അതിങ്ങനെ കാലപ്പഴക്കം ചെന്ന് കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുന്നതല്ലാതെ അതിനകത്തൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചുകൊണ്ട് പഴയ സ്കീമിലേക്ക് പോവുക, അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം കാലതാമസമില്ലാതെ നടപ്പിലാക്കുക, മെഡിസെപ്പ് സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് അതിനകത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മെഡിസെപ്പിനെ പൂർണ്ണതോതിൽ പൂർണ്ണ സംരക്ഷണം ഒരുക്കുന്ന രീതിയിലേക്ക് മെഡിസെപ്പിൻ്റെ പരിരക്ഷ ഉണ്ടാവുക, അത് സർക്കാർ ഏറ്റെടുക്കുക, അങ്ങനെ തുടങ്ങിയുള്ള വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സർവീസ് സംഘടനകൾ ഇപ്പോൾ പണിമുടക്കിലേക്ക് പോയിട്ടുള്ളത്. കഴിഞ്ഞ മാസം സമാനമായ രീതിയിൽ ഒരു രാപ്പകൽ സമരത്തിലേക്കൊക്കെ ജോയിന്റ് കൗൺസിൽ പോയിരുന്നു. അതേ തുടർന്ന് ഒരു തീരുമാനവും ഉണ്ടാകാതെ വന്നതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ ഒരു പണിമുടക്കിലേക്ക് പോകാൻ തീരുമാനിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനയിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇതിൻ്റെ ഭാഗമാവുകയാണ്. CPIയുടെ ജോയിന്റ് കൗൺസിലിലെ സർക്കാർ ജീവനക്കാർ സമരത്തിൻ്റെ ഭാഗമാവുകയാണ്. CPMൻ്റെയും BJPയുടെയും സർവീസ് സംഘടനയിലുള്ള ജീവനക്കാർ ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നില്ല. അവർ സെക്രട്ടേറിയറ്റിലേക്കും വില്ലേജ് ഓഫീസുകളിലേക്കും കളക്ടറേറ്റിലുമൊക്കെ ജോലിക്കെത്തും. എന്തായാലും ഇപ്പോൾ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഒരു സമാധാന അന്തരീക്ഷം നിലവിലുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു 9 മണി 10 മണിയോടുകൂടി ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുമ്പിലും വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലടക്കം കൂടുതൽ ജീവനക്കാർ വന്നിട്ടുണ്ട്. ഒരു 10-ഓടുകൂടി എത്ര ജീവനക്കാർ ജോലിക്ക് ഹാജരായി നടക്കമുള്ള കാര്യങ്ങൾ, ഹാജർ നില അടക്കം നമുക്ക് അറിയാൻ കഴിയും. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ജിൽസി, ശരി. എന്തായാലും നിലവിലെ സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഇനിയിപ്പോൾ വരും മണിക്കൂറുകൾ കൂടുതൽ ജീവനക്കാരെത്താൻ തുടങ്ങുമ്പോൾ അവരെ തടയുമോ എന്നുള്ളതൊക്കെയാണ്. എന്തായാലും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് ഒപ്പം തന്നെ CPI അനുകൂല സംഘടനകളൊക്കെ നടത്തുന്ന സമരം, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ച് സമരം ചെയ്യുന്നത്. അത് വരും മണിക്കൂറുകളിൽ സമരം ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.